ഹായ് ഫ്രണ്ട്സ്, സ്നിക്കേഴ്സിൻ്റെ പീനട്ട് ബ്രൗണിയാണ് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. പീനട്ട്സ് കാരമൽ ബ്രൗണി മിൽക്ക് ചോക്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 65 രൂപയാണ്. നെറ്റ് ക്വാണ്ടിറ്റി 45 ഗ്രാമാണ്. ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷണൽ വാല്യൂവും ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫുള്ളി ഈ ഒരു വീഡിയോയിൽ വിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ റാപ്പർ മൊത്തത്തിൽ ഇളക്കിയതിന് ശേഷം ഞാനത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 18 ഡിഗ്രി സെൽഷ്യസിനും 22 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ ഈ ചോക്ലേറ്റ് ബാർ സ്റ്റോർ ചെയ്യണമെന്ന് റാപ്പറിന് പുറത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രൈസിൻ്റെ കാര്യത്തിൽ നേരത്തെ 70 രൂപയായിരുന്നു, ഇപ്പോൾ 65 രൂപയെന്നാണ് അവർ ഇട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ എനർജി വാല്യൂ നോക്കാം. പെർ സെർവ് 20 ഗ്രാമാണ്. ടോട്ടൽ ഇത് 45 ഗ്രാമാണ്. അപ്പോൾ 2.5 സെർവ് ഉണ്ട് കേട്ടോ. പെർ സെർവ് വരിക 98.98 കിലോ കാലറീസ് ആണ്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ പുറത്തുള്ള ഈ എയർ ഫിൽഡ് പാക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം. നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. ടയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വലിക്കുമ്പോൾ തന്നെ അതിലൊട്ടിച്ചിരിക്കുന്ന ആ ഒരു പശ നല്ല രീതിയിൽ വിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് ഇളക്കുമ്പോഴും ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ ഈ എയർ ഫിൽഡ് പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഒരു വേവി രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. ഫ്രണ്ടിലായിട്ട് കുറേ ഇൻഡൂസ് ഇട്ട് വെച്ചതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. ഈ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ ഈ ചോക്ലേറ്റ് വെളിയിലെടുക്കുമ്പോൾ തന്നെ പീനട്ട് ബട്ടറും ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. ആ പീനട്ട് ബട്ടറിൻ്റെ മണമാണ് കേട്ടോ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് നിൽക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഈ സ്നിക്കേഴ്സ് ബ്രൗണി വാങ്ങിയത്. എനിക്ക് സ്നിക്കേഴ്സ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ഇനി നമുക്ക് ഈ സ്നിക്കേഴ്സ് ബാറൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ ആ കാരമൽ ഇങ്ങനെ വലിഞ്ഞു വരുന്നത്. അത് സ്നിക്കേഴ്സ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ 2 ലെയറുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്രൗണിയാണ്, ഒരു സൈഡ് കാരമലും നട്ട്സും ആണുള്ളത്. ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് വരുന്നത് കണ്ടിട്ടില്ല. കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റാണ്. എനിക്ക് സ്നിക്കേഴ്സ് പൊതുവേ ഇഷ്ടപ്പെടാറില്ല, എല്ലാം ഒരേ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോക്ലേറ്റ് ബ്രൗണി, അതുപോലെ തന്നെ കാരമൽ, പീനട്ട്സ്, ആ പുറമേയുള്ള ചോക്ലേറ്റ് കോട്ടിങ്, അതെല്ലാം കൂടെ ഒരു നല്ല ഒരു ടേസ്റ്റാണ്. ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിനൊക്കെ പറ്റിയതാണ്. കണ്ടോ, ഇത് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചറും പാറ്റേണും അത് ആ വിട്ട് വരുന്ന രീതിയും ആ ഒരു ച്യൂയി ആയിട്ടുള്ളതും എല്ലാം കൂടെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. വെറുതെ കടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഒന്ന് കൈകൊണ്ട് എടുത്ത് തലോടി അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കി ഷേപ്പും മണവും എല്ലാം ആസ്വദിച്ച് പതുക്കെ കഴിക്കുവാണെങ്കിൽ ശരിക്കും ഒരു മൈൻഡ്ഫുൾനെസ് ഈറ്റിങ്ങിനൊക്കെ പറ്റിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്നിക്കേഴ്സേ ശരിക്കും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ബെറി വിപ്പ് ഞാൻ കണ്ടു, അതും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. എനിക്കിത് പറഞ്ഞു തന്ന ഫ്രണ്ടിൻ്റെ പേര് ആതിര എസ് എന്നാണ് കേട്ടോ. എൻ്റെ കൂടെ LKG തൊട്ടേ കൂടെയുള്ളൊരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ താങ്ക് യു ആതിര. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പീനട്ട് ബട്ടറും ബ്രൗണിയും, അതും വെജിറ്റേറിയൻ ബ്രൗണിയാണ്. നമുക്ക് ബ്രൗണി പോലും നോർമലി വെജിറ്റേറിയനായിട്ട് കിട്ടാറില്ല, എഗ്ഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് എഗ്ലെസ് ആണ്, എഗ്ലെസ് ബ്രൗണി. അതുപോലെ തന്നെ കാരമൽ, പീനട്ട് ബട്ടർ, പീനട്ട്സ് എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റും ബ്രൗണിയും ചോക്ലേറ്റും പീനട്ട്സും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒരു പീനട്ട് ബട്ടർ മിക്സ്ഡ് ചോക്ലേറ്റ് വിത്ത് ബ്രൗണി ഇത് ആദ്യമായിട്ടാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവർ ശരിക്കും ആ റാപ്പറിൽ തന്നെ ഒരു സെൻറ്റൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: എ ഡെലീഷ്യസ് ബ്രൗണി ഇൻസ്പയർഡ് ട്വിസ്റ്റ് ഇൻ യുവർ ഫേവറേറ്റ് സ്നിക്കേഴ്സ് എന്നാണ്. ശരിക്കും അത് കറക്റ്റാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാപ്പറിൽ ന്യൂട്രീഷണൽ വാല്യൂവും ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. സോ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.